ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാനേ കുളിയത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാനുള്ള വളരെ തിരക്കത്തിലാണ്. ഇവിടെ എന്നാ ഭയങ്കര ചെളിയാണ്. അതുകൊണ്ടൊന്നും പറയാനും പറ്റത്തില്ല. കുളി കഴിഞ്ഞിട്ട് ഗ്യാസിനാതി ചോറ് അത് തലയിലിരുന്ന. ഓ സോറി, ഞാൻ എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടിട്ടില്ലായിരുന്നു. ഒന്നിട്ടോട്ടെ കേട്ടോ. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ദായി ഈ 3 സാധനങ്ങളാണ്. ഇനി ഒരു സാധനം കൂടിയുണ്ട്, അത് കാണിക്കാം. ഇതാണ് ലിപ്സ്റ്റിക്. ഇതെല്ലാം ഇട്ട് വേണം നമുക്ക് പോവാന്. ആദ്യം നമുക്കതാ ജാസ്നാരി ചൂർണ്ണൊന്ന് നിറയേലങ്ങ് തേച്ചേക്കാം. ഞാൻ അതിന്റെ കുറവ് വേണ്ട. എന്തോ എന്താ ഷോ വെള്ളം നിറകിരുന്ന ഇറങ്ങാണ്ടിരിക്കാനോ എന്തൊക്കെയോ പറയുന്നു. ചെറുപ്പം മുതലേ ഉള്ള ശീലമാ. എന്നാ ചെയ്യുന്നാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. എന്നാലും അതങ്ങ് ചെയ്ത് ബാക്കി ബട്ടൺസും കൂടി അങ്ങ് ഇടട്ടെ. അല്ലെങ്കിൽ ഞാനല്ലേ ആള് മറന്നു പോയാലോ. അങ്ങനെ ഇതിന്റെ യൂണിഫോമാണ് കേട്ടോ. ഇത് എനിക്ക് കിട്ടിയപ്പോൾ മുതൽ എന്നും തെറ്റിച്ചിരുന്ന ഒരു സാധനമാണ്. കാരണം ആദ്യം ഞാൻ വിചാരിച്ചു നമ്മൾ 1-2 ദിവസമായിരിക്കും ഇത് യൂണിഫോമ് 2 ഉണ്ട്. ആദ്യം ഈ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് വേറെ ഒരു ബ്ലൂ കളറിലുള്ളതും കൂടെ കിട്ടിയത്. അപ്പം അതിന് നമ്മളിങ്ങനെ 1-2 ദിവസം ഇടുമായിരിക്കും. അതെനിക്ക് ഞാൻ 1-2 ദിവസം ഇട്ടുകൊണ്ടിടത്തേക്ക് അന്നേരവും ഞാൻ തെറ്റിച്ചിടുക. എല്ലാവരും എന്നെ വഴക്കുവാണ്. പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ 2 ദിവസം വെച്ചായിരുന്നേന്ന് തോന്നി. ഞാൻ അന്നേരം അങ്ങനെ ഇട്ടുകൊണ്ട് നിന്നപ്പോൾ അന്നേരവും തെറ്റിപ്പോയി. നമ്മളെ അങ്ങനെ തെറ്റിക്കാൻ പാടുണ്ടോ? അത് കഴിഞ്ഞാണ് ഞാൻ ചോദിച്ചതേ ഇതെങ്ങനെയാണെന്ന്. അന്നേരം പറഞ്ഞു നമ്മൾ 2 ദിവസം തന്നെ ഇടണം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദിവസം വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് ദിവസം എങ്ങനെ ഇട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് പിന്നത്തെ ദിവസം. അതായത് നമ്മൾ ലാസ്റ്റ് ദിവസം നീല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മെറൂണാണ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഉണ്ട്. അങ്ങനെയാണ് ഇടേണ്ടതെന്ന്. പിന്നെ ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കി. എന്നിട്ടും ഞാൻ തെറ്റിച്ചു. എന്ത് ചെയ്യാൻ? അപ്പോൾ എനിക്ക് ലാസ്റ്റ് ദിവസം ഏതാ ഇട്ടേന്ന് ഓർക്കുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? എല്ലാ ദിവസവും ഒരുങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുക്കും. അപ്പോൾ എനിക്കൊരു മനസ്സ് തന്നെ സുന്ദരിയാണല്ലോ എന്നൊരു മനസ്സുഖവും കിട്ടും. എന്താ യൂണിഫോം കറക്റ്റ് ഏതാണെന്നറിയാനും പറ്റും. ലാസ്റ്റ് ദിവസം എടുത്ത ഫോട്ടോ നോക്കിയാൽ മതിയല്ലോ. ഇപ്പം ഈ ഒരു ലെവലിലൊക്കെയാണ് എൻ്റെ പോക്ക്. എനിക്ക് പോകാനായിട്ട് നേരമായി. അപ്പോഴാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇവിടെ എപ്പോഴും ഇതാ നമുക്കൊന്നും പറയാനോ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാനോ പറ്റത്തില്ല. ഇവിടെ എല്ലാവരും ഒച്ച വെച്ചോണ്ടിരിക്കുക. കേട്ടോ, നിങ്ങൾ കേൾക്കണം. എൻ്റെ അവസ്ഥ നിങ്ങൾ കേൾക്കണം. ഈ ഒരവസ്ഥ കൊണ്ട് എനിക്ക് പല ദിവസവും വീഡിയോ എടുക്കാനോ ഒന്നുമേ സാധിക്കാറില്ല. ചില ദിവസം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ റോട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? പിന്നീട് മുടിയൊന്ന് ചെറുതായിട്ടൊന്ന് കൂതി തല നിറച്ച് എണ്ണ തേച്ച് ഞാൻ പൊത്തി വെച്ചേക്കുക. നിറച്ച് എണ്ണയാണേ. ഇനി ഈ മുടിയൊക്കെ ഒന്ന് ഉണങ്ങണം. എന്ത് ചെയ്യും? ഇനിയിപ്പം ബസ് സ്റ്റോപ്പിലോട്ട് എത്തുന്നോളം വരെ മുടി അയച്ച് എന്നിട്ട് ഒരു ക്ലിപ്പ് ഇട്ടിട്ട് പിന്നെ ജോലി സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് കുറച്ച് നേരം മുടി അയച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കണം നോത്തോണ്ടിരിക്കുക. തലയിൽ നല്ല എണ്ണയുള്ളത് കൊണ്ട് ഉണങ്ങാൻ നല്ല പാടായിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു വളിച്ച മണം പോലെ വരുവേലേ മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ. അതാണ്ട് ഞാൻ ആദ്യം ഐബ്രോ എഴുതിക്കൊണ്ട് തുടങ്ങാൻ കരുതുന്നു. ഇതെന്നെ മേരി ജോക്കോ ഞാനെങ്ങാണ്ട് ഒരു കമ്പനിയുടെ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ഇതാണേ പെൻസിലാ. അതാ ഞാൻ ഇപ്പോൾ കുറച്ച് ആളായിട്ട് എനിക്കത് ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ ഒരു ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കുറ്റി പോലെ ആയപ്പോൾ പെയിൻറ് ഞാൻ മേടിച്ചതാണേ. എനിക്ക് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. പിരികം നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ പിരികം എടുക്കുമ്പോൾ എപ്പോഴും പറയും തിന്നായിട്ട് എടുത്താൽ ആദ്യം തിന്നെടുത്താൽ. അപ്പോൾ കുറേ എടുത്ത് പോകുമ്പോഴത്തേ അവർ സമ്മതിക്കത്തില്ല. അവർ ഇച്ചിരി വീതിക്ക് എടുത്തു തരും. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കി വീതിക്ക് എഴുതുന്നതാണ് അതിൻ്റെ ഒരു ഇതൊന്നേ. പിന്നെ ഇപ്പം മനസ്സോടെ ഇച്ചിരി വീതിക്ക് പിരികെടുത്തിട്ട് അതൊരു വിധത്തിൽ വരച്ചു വെക്കും. പിരികം നല്ല കുറവായിരുന്നു.
ഇനി ഒരു വാട്ടർ പ്രൂഫിൻ്റെ ഒരു ഇതുണ്ട്, എന്താ ഐലൈനർ. അത് വെച്ചിട്ടൊന്ന് എഴുതണം. ഐലൈനർ അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ഒരു പെൻസിലുണ്ട്, അത് വെച്ചിട്ട് ഒന്ന് എഴുതി കൊടുക്കുവേ. അതും വാട്ടർ പ്രൂഫിൻ്റെ ആണേ, നല്ല ഭംഗിയാട്ടോ. അപ്പം ഞാനത് മറ്റേ പിരികത്തിൻ്റെ മുകളിലൊരു ഭാഗത്തും അത് വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് എന്നാണ്ട് ഐബ്രോ അല്ല, ഐഷാഡോ എന്താണോ എനിക്കിപ്പോൾ അതിന് പേരും അറിയത്തില്ല. അയനമാണെങ്കിൽ അത് അങ്ങനെയൊക്കെ തോന്നും. ഒരു വിധത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുവേ. അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയുടെ കൊച്ചും ഒക്കെ വന്നു. എൻ്റെ ഈ ചാനലില് ലൈവിലും ഇടയ്ക്കും ഇങ്ങനെ കുഞ്ഞിക്കൊച്ചിനെ കയറ്റിയത് കൊണ്ട് എൻ്റെ ലൈവൊക്കെ ബ്ലോക്ക് ചെയ്യേ. എന്നാ പ്രശ്നമായെന്നറിയാമോ? അതുകൊണ്ട് കൊച്ചു വന്നപ്പോൾ ഞാൻ മൊബൈൽ എടുത്തോണ്ട് ഓടുമായിരുന്നു. എങ്ങാനും കുഞ്ഞിക്കൊച്ചല്ലേ, ആർക്കും എല്ലാം പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇനിയാണ് എൻ്റെ കുട്ടി മേക്കപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ സാധനം ലിപ്സ്റ്റിക്ക് വരുന്നത്. ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു എന്താണെന്നറിയത്തില്ല, ഒരു വല്ലാത്ത ഒരു നല്ലൊരു തെളിച്ചം മുഖത്ത് കിട്ടുവേ. അത് നല്ല ഡാർക്ക് ലിപ്സ്റ്റിക്ക് തേടുവാണല്ലോ, അതെനിക്ക് മനസ്സിലായത്. ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ചെയ്തുകൊണ്ടിരുന്നപ്പം അതിനകത്ത് ഇങ്ങനെ എന്താ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുണ്ട്, അത് കൊടുത്തിട്ട് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വളരെ ശരിയാണ്, നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇച്ചിരി ലിപ്സ്റ്റിക്ക് എത്തിയിട്ട് അങ്ങ് പോകും. അല്ലെങ്കിൽ എനിക്ക് നേരത്തെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ അതിയായ ഭ്രാന്തായിരുന്നേ. അത് ഇപ്പം ഇട്ടുകുത്തി ഓക്കെ ആകുന്നുണ്ട്, സൂപ്പറായിട്ട് തോന്നി. ഇങ്ങനെയുണ്ട്, നിങ്ങൾ പറ. നല്ലൊരു വ്യത്യാസം വന്നില്ലേ? ഒത്തിരി നല്ല വ്യത്യാസം വന്നില്ലേ? എല്ലാവരും എൻ്റെ ലിപ്സ്റ്റിക്കറിൽ കാണുമ്പോഴത്തേക്ക് അവർ പറയുവേ, എന്താ അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് എഴുതിയിട്ട് ലിപ്സ്റ്റിക്കിട് നീ ഇടുമ്പോഴത്തേക്ക് ഇനി ഒന്ന് പതർന്ന പോലെ പോവാ. പക്ഷെ അതെനിക്ക് അത് എങ്ങനെ എഴുതുന്നേ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാനത് പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ഉപദേശിക്കാനല്ലേ അറിയത്തുള്ളൂ. എങ്ങനെ ചെയ്യണമെന്നൊന്നും അതിലൊന്ന് പറഞ്ഞു തരുവാൻ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ഉപദേശിക്കും, പക്ഷെ നമുക്കത് അറിയത്തില്ല. നമ്മൾ അറിയത്തില്ലാത്ത കാര്യം നമ്മളെടുത്ത് വീണ്ടും കുളമാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നിയ പോലെ അറിയാവുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് ഒരു വിധത്തിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിപ്പോവും. കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞേ, വേറൊരാൾ അയാളോട് പറഞ്ഞതാണ് ഇങ്ങനെ എന്നെ കാണുമ്പോൾ ഭയങ്കര അറപ്പ് തോന്നും, പിണ്ടാനായിട്ട് തോന്നില്ല എന്നൊക്കെ. അത് ഏകദേശം നടത്തിയ പിന്നെയാണ് ഞാൻ കുറച്ചും കൂടെ നന്നായി നടക്കാനായിട്ട് തീരുമാനിച്ചത്.